പ്രോസ്റ്റേറ്റ് ഒരു ഗ്രന്ഥിയാണ്. പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥി. അപ്പം അതിൽ ഒരു പ്രത്യേക വയസ്സ് കഴിയുമ്പോൾ ഗ്രന്ഥി വീക്കം സംഭവിക്കും. അപ്പം ഈ ഗ്രന്ഥി ഇരിക്കുന്ന നമ്മുടെ മൂത്രനാളിയിൽ മൂത്രസഞ്ചിയുണ്ട്, യൂറിനറി ബ്ലാഡർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ താഴെ മൂത്രനാളിയും. അപ്പം ഇതിൻ്റെ ഭാഗത്ത് ഇതിനെ വലയം ചെയ്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വയസ്സ് കഴിയുമ്പോൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ചേഞ്ചിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ ഗ്രന്ഥി വീക്കം ഉണ്ടാകും. അപ്പോൾ ഈ വീക്കമാണ് പിന്നീട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ള നിലയ്ക്ക് വരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം മൂത്രവിസർജനത്തിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൂത്രം വിസർജിക്കുന്ന പലതവണ വിസർജിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മൂത്ര വിസർജനം നടത്തിയാലും അത് പൂർണ്ണമായിട്ട് പോയില്ല എന്നുള്ളൊരു തോന്നലിൽ വീണ്ടും പോകുന്നു, പലതവണ പോകേണ്ടി വരും. രാത്രി കാലത്ത് കൂടുതലായിട്ട് മൂത്രവിസർജനത്തിനായി എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആൾ വളരെ ലതാർജിക്കാവും. പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ആനന്ദാണ്, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെൻറ് ആയുർവേദ കോളേജ്, ട്രിവാൻഡ്രം. വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു രോഗം മിക്കവാറും ഇപ്പോൾ ഒരു 50 വയസ്സിന് മേളിലുള്ള എല്ലാ പുരുഷന്മാരിലും കാണുന്ന ഒരു രോഗമാണ്. എന്താണ് പ്രോസ്റ്റേറ്റ്? ശരിക്കും പ്രോസ്റ്റേറ്റ് ഒരു ഗ്രന്ഥിയാണ്. പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥി. അപ്പം അതിൽ ഒരു പ്രത്യേക വയസ്സ് കഴിയുമ്പോൾ ഗ്രന്ഥി വീക്കം സംഭവിക്കും. അപ്പം ഈ ഗ്രന്ഥി ഇരിക്കുന്ന നമ്മുടെ മൂത്രനാളിയിൽ മൂത്രസഞ്ചിയുണ്ട്, യൂറിനറി ബ്ലാഡർ എന്ന് പറയും. അപ്പം അതിൻ്റെ താഴെ മൂത്രനാളിയുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗത്ത് ഇതിനെ വലയം ചെയ്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വയസ്സ് കഴിയുമ്പോൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ചേഞ്ചിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ ഗ്രന്ഥി വീക്കം ഉണ്ടാകും. അപ്പോൾ ഈ വീക്കമാണ് പിന്നീട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ള നിലയ്ക്ക് വരുന്നത്. ഇപ്പോൾ ധാരാളം പേരിൽ അത് 50 വയസ്സിൽ കൂടുതലുള്ള 50% ആൾക്കാരിലുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. എന്താണ് നമുക്ക് വരുന്ന മാറ്റങ്ങൾ, എന്താണ് ചികിത്സിക്കാതിരുന്നാലുള്ള മാറ്റങ്ങൾ? അത് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം മൂത്രവിസർജനത്തിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൂത്രം വിസർജിക്കുന്ന പലതവണ വിസർജിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മൂത്ര വിസർജനം നടത്തിയാലും അത് പൂർണ്ണമായിട്ട് പോയില്ല എന്നുള്ളൊരു തോന്നലിൽ വീണ്ടും പോകുന്നു, പലതവണ പോകേണ്ടി വരും. രാത്രി കാലത്ത് കൂടുതലായിട്ട് മൂത്രവിസർജനത്തിനായി എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആൾ വളരെ ലതാർജിക്കാവും, വളരെ ക്ഷീണം ഉണ്ടാവും, രാത്രി ഉറക്കം ശരിയാവാത്തതും ഒക്കെ ആയിട്ട്. പിന്നെ വേദന അത്രത്തോളം ഇതിലില്ല, പക്ഷെ അതിൽ 2-3 വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ വീക്കമല്ല, ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ട്. അപ്പൊ അതിൽ ചില പ്രോസ്റ്റേറ്റൈറ്റിസുകളിൽ വേദന ഉണ്ടാകുന്നുണ്ട്. പിന്നെ ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും പ്രോസ്റ്റേറ്റ്. അത് വളരെ കുറച്ച് പേരിൽ ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടെന്ന് പറഞ്ഞത് എല്ലാം ക്യാൻസർ ആവണമെന്നില്ല. പക്ഷേ ചിലരിൽ ഇപ്പം ഫെമിലിയലായിട്ട് ഈ കുടുംബപരമായിട്ടൊക്കെ ഒരു ചാൻസ് സാധ്യതയൊക്കെ ഉള്ളവർക്ക് വളരെ പിന്നീടുള്ള കാലത്ത് ചിലപ്പം ക്യാൻസറായി മാറുകയും ചെയ്യാം. അത് പക്ഷേ എല്ലാവരിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്? 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ട്, ഇതുപോലെ പിന്നീട് ക്യാൻസറായിട്ട് വരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുമായിട്ട് വിഭിന്നമാണ്. അപ്പം ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ, BPH എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്നത്. അത് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം ഉണ്ടാകുന്നു. ആ വലിപ്പം കാരണം മൂത്രനാളിയെ അമർത്തിയിട്ട് ഈ മൂത്രവിസർജനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നു. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 3 ടൈപ്പിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതിലൊരു വലിയൊരു പ്രശ്നം, ചിലർ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വെളിയിലിരിക്കുന്ന ഒരു ഇതായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇത് ഉള്ളിലാണ്, നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഗ്രന്ഥി മൂത്രസഞ്ചിയെ ചുറ്റി നിൽക്കുന്നു, ഉള്ളിലാണ്, നമുക്ക് പുറമേ നിന്ന് ഈ ഗ്രന്ഥി കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ പോകുന്നത്? അതായത് നമുക്ക് മെഡിസിൻ എടുത്ത് മാറ്റാൻ പറ്റുമോ, അതോ സർജറി ആണോ, എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്? പൊതുവിൽ ഇതിന്റെ ചികിത്സ ആദ്യം രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും.
ഒന്ന് അതിൻ്റെ സിംറ്റമറ്റോളജി, അതിൻ്റെ ലക്ഷണങ്ങൾ ഒരു ഇൻ്റർനാഷണൽ പ്രോസ്റ്റേറ്റ് സിംറ്റം സ്കോർ എന്ന് പറഞ്ഞ ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിൽ ഇത്ര സ്കോറിൽ കൂടുതലാവുമ്പോഴാണ് നമ്മളത് BPH ആയിട്ട്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ ആയിട്ട് എടുക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ മൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് കൂടുതൽ. പിന്നെ അത് കൂടാതെ ഇതിന് സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ രക്തപരിശോധനയെ കൂടി PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ളൊരു രക്തപരിശോധന ടെസ്റ്റാണ്. അപ്പോൾ അത് കൂടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ നമ്മുടെ BPH ആണ്, അപ്പോൾ അതിന് മരുന്നെടുക്കണം, ചികിത്സ എടുക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ ആ PSA കൂടി എന്ന് പറഞ്ഞാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു വിദഗ്ധ ഡോക്ടറിനെ കാണിക്കുന്നത് നന്നായിരിക്കും. ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യത വരാൻ വേണ്ടി അത് യൂറോളജിസ്റ്റിനെ കാണിച്ചാലും മതി. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ മരുന്നിലൂടെ തന്നെ നമുക്ക് ഇത് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ, അതോ മരുന്ന് കഴിച്ചാലും വീണ്ടും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടോ, എങ്ങനെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇതിപ്പം പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സർജറിയിലേക്ക് പലപ്പോഴും പോവാറുണ്ട്. പക്ഷെ ആയുർവേദത്തിൽ സർജറി ഇല്ലാതെ ഈ വീക്കത്തെ ചുരുക്കാനുള്ള മരുന്നുകളുണ്ട്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അധികം ആർക്കും അറിയില്ല ആയുർവേദത്തിൽ പ്രോസ്റ്റേറ്റിന് ഇങ്ങനെ മരുന്നുകൾ ഉണ്ടെന്നും അത് പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്നും അധികം ആർക്കും. ഒരു വിദഗ്ധ ആയുർവേദ ഡോക്ടറിന് തന്നെ ഈ ഒരു രോഗനിർണയം നടത്തുവാനും അതിന് കൃത്യമായ മരുന്നുകൾ, ആ രോഗിയുടെ പ്രത്യേകത അനുസരിച്ചുള്ള മരുന്നുകൾ സെലക്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത് ചില രോഗികളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങളോട് കാണിക്കും. അപ്പോൾ അതിപ്പം ചില രോഗികൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടി ഉണ്ടാകും. ചിലരിൽ കാണാം. ചിലരിൽ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതായത് വയറ് വീർപ്പുണ്ടാവും. അങ്ങനെയുള്ള ചിലരിൽ ഹെർണിയ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് അനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളൂടെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് അസസ് ചെയ്യണം. അത് പൊതുവിൽ ആയുർവേദം അതിനെ കാണുന്നത് അപാനവായു എന്നുള്ള ഒരു ഫങ്ഷണാലിറ്റിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ അപാനവായുവിന് ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. അതുകൊണ്ടാണ് ഈ രോഗത്തിനൊരു പ്രധാന കാരണമായിട്ട് ആയുർവേദം കാണുന്നത്. കൂടാതെ ഈ വന്നുപോയ വീക്കത്തെ ചുരുക്കാനുള്ള മരുന്നുകൾ വളരെ കൃത്യമായിട്ട് ആയുർവേദം വളരെ എഫക്റ്റീവാണ്. അത് കഷായം പോലെയുള്ള ലേഹ്യമാണോ? അതെ. അപ്പോൾ അതിൽ കഷായത്തിൽ തന്നെ ചിരുവില്വാദി കഷായം എന്നൊക്കെ പറയുന്നത് ഇതിനെ കൃത്യമായിട്ട് അത് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ചെയ്താൽ കൃത്യമായിട്ട് നമുക്കിത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ വളരെ ലളിതമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പിന്നെ ചന്ദ്രപ്രഭ ഗുളിക, അതുപോലെ തന്നെ വസ്ത്യാമയാന്തകം എന്ന് പറഞ്ഞ യോഗം, ഇതെല്ലാം ഇതിനെ ഈ ഒരു രോഗത്തെ വളരെ കൃത്യമായിട്ട് മാറ്റുവാനും ലളിതമായി മാറ്റുവാനും കഴിയും. ഓക്കെ, പൂർണ്ണമായും നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാൻസറിലേക്കൊക്കെ വന്നു കഴിയുന്ന പ്രോസ്റ്റേറ്റിനെ നമുക്ക് ആയുർവേദത്തിലൂടെ മാറ്റാനായിട്ട് സാധിക്കും. അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായ ഇത് ഏത് സ്റ്റേജിലാണെന്ന് അറിയണം, കൃത്യമായ പരിശോധനകൾ ചെയ്യണം. അപ്പോൾ ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ബയോപ്സി കൂടെയാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അത്തരം പരിശോധനകൾ ആവശ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു ക്യാൻസർ കേസ് തന്നെ ഇപ്പോൾ 12 വർഷമായിട്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ചികിത്സ പ്യൂറായിട്ട് നൽകിയിട്ട് ആ ക്യാൻസർ കൺട്രോൾഡായി ബയോപ്സിയിലും റിസൾട്ട് എവിഡൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ അത് 12 വർഷമായിട്ട് വീണ്ടും വന്നുമില്ല. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഒരു ജേണലിൽ തന്നെ ഇപ്പം പബ്ലിഷ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പം രോഗികൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഈ പ്രോസ്റ്റേറ്റ് സ്പെസിമെൻ ആൻറ്റിജൻ എന്നുള്ള PSA ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അമേരിക്കൻ നാടുകളിലൊക്കെ അവർ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴൊക്കെ ഈ ടെസ്റ്റ് പുരുഷന്മാർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ മുന്നോട്ട് രോഗം പോയാൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്നത് തന്നെയാണോ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? അത് തന്നെയാണ് ലക്ഷണം. അതെ. പിന്നെ രാത്രി കാലങ്ങളിൽ കൂടുതൽ തവണയായിട്ട് എഴുന്നേൽക്കേണ്ടി വരുന്നു. പിന്നെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ. ഇതിന് ആയുർവേദത്തിൽ ഇതിന് കുറച്ച് കാരണങ്ങളും കൂടി പറയുന്നു. നമ്മൾ സെഡൻഡറി ആയിട്ട് കുറേ നേരം ഇരിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണും. അപ്പോൾ ഇത് കണ്ട വേറൊരു ഒബ്സർവേഷൻ, ഈ നട്ട്സ്, കാഷ്യൂ നട്ട്സ്, കപ്പലണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ സാധ്യത കൂടുതലായിട്ടും ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പ്രൂവ്ഡ് സ്റ്റഡി അല്ല,
എങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ അർജസ് ഇത് നമ്മുടെ ഈ പറയുന്ന ന വേഗാൻ ധാരയെ ധീമാൻ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ മലമൂത്ര വിസർജനമൊക്കെ കൃത്യമായ സമയത്ത് ചെയ്യണം. നമ്മളത് പിടിച്ചു വെക്കാൻ പാടില്ല. അതൊരു പ്രധാന കാര്യമായിട്ട് ആയുർവേദം കാണുന്നു. ഇപ്പം ആധുനിക ശാസ്ത്രവും അത്തരം പഠനങ്ങൾ അത് പ്രസക്തമാണെന്ന് തെളിയിക്കുകയാണ്. ആയുർവേദ മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിൽ പൂർണ്ണമായി മാറുമെന്നും പറഞ്ഞു. നമുക്ക് എത്ര നാള് ഈ മെഡിസിൻ എടുക്കേണ്ടി വരും? അതെ, ഇതൊരു അക്യൂട്ടായിട്ടുള്ള ഒരു ഡിസീസ് അല്ല, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന രോഗമല്ല. അത് ക്രമേണ വന്ന് ഇങ്ങനെ ഒരു ക്രോണിസിറ്റി എന്ന് പറയും, ക്രോണിക് ആയിട്ടുള്ള രോഗം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പനി പോലെ 2-3 ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല. കുറച്ച് കാലം, ഒരു 2-3 മാസം വരെ മരുന്നുകൾ കൃത്യമായിട്ട് എടുത്താൽ അതിനനുസരിച്ച് ഇത് രോഗം വളരെ ഭേദമാകും. അത്തരത്തിലൊരു കെയർ അതിന് കൊടുക്കുന്നത് വളരെ കൺട്രോളിലാക്കാനും ഈ രോഗം മൂർച്ഛിച്ച് വേറൊരു തരത്തിലാവാതിരിക്കാനും വളരെ ഫലപ്രദമാണ്. നമ്മളിപ്പോൾ 50 വയസ്സിന് മേളിലുള്ള ആൾക്കാരുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അതിനുശേഷം വളരെ വയസ്സായ ഒരു 80-70 വയസ്സ് അതിനുശേഷം വരുന്ന ആളുകൾക്കും ഇതുപോലെ ആയുർവേദത്തിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ? 80 വയസ്സൊക്കെ കഴിഞ്ഞവരിൽ 80% ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു വിഷയം അതിലെ ഒബ്സർവേഷനായിട്ട് നമുക്ക് ഈ ഡയബറ്റിക് രോഗികളിൽ കുറച്ചുകൂടി പാടാണ്, കുറച്ചുകൂടെ സമയം എടുക്കും. അങ്ങനെ ഒരു കാര്യം അതിൽ ചില ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ സർജറി ചെയ്യുന്ന പല രോഗികൾക്കും വീണ്ടും ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പം പിന്നെയും ഈ വിഷയം വരുന്നുണ്ട്, റെക്കറൻസ് എന്ന് പറയും. അപ്പോൾ ആയുർവേദമായിട്ട് കൃത്യമായി ചികിത്സിച്ച് കൃത്യമായ ആ ഒരു നമ്മുടെ ആഹാര രീതിയും നമ്മുടെ അല്ലാത്ത ചര്യയൊക്കെ കൃത്യമാക്കിയാൽ വീണ്ടും ഇത് വരാതെ നമുക്ക് വളരെ നിയന്ത്രിച്ച് പോകാൻ സാധിക്കും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സർജറി ചെയ്തവരിൽ വീണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സർജറി ചെയ്തതിന് ശേഷം വീണ്ടും വരുന്നവരിൽ നമുക്ക് ആയുർവേദം പിന്നീട് കാണിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ കുറച്ചു കാലം കൂടി അത് നമ്മൾ കെയർ കൊടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, ഈ സർജറി ചെയ്തിട്ട് ചില കോംപ്ലിക്കേഷനായിട്ട് ഈ ബ്ലാഡർ കൺട്രോൾ വിട്ടിട്ട് മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് സർജറിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമുക്ക് ഇത്തരത്തിൽ ആയുർവേദ രീതിയിൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയും. പ്രോസ്റ്റേറ്റിന്റെ ചികിത്സാ രീതികളും അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചുമായിരുന്നു ഡോക്ടർ ആനന്ദ് നമ്മളോടൊപ്പം സംസാരിച്ചത്. മറ്റൊരു എപ്പിസോഡിൽ പ്രോസ്റ്റേറ്റിന്റെ ഭക്ഷണ രീതികളെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം.